ഹലോ, ഗുഡ് ഈവനിങ്. ഇരുളിൽ പിറന്നു വീണ് മഹാരാഷ്ട്ര സർക്കാർ. ഇരുൾ തെളിഞ്ഞ് പകൽ അസ്തമിക്കുമ്പോഴേക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിന്മാറാം എന്ന് ഇന്നത്തെ നാടകത്തിന് നേതൃത്വം നൽകിയ വില്ലന്റെ ആന്റി ക്ലൈമാക്സ്. ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടത് മറാത്ത രാഷ്ട്രീയത്തിന്റെ മഹാനാടകമാണ്, ദി ഗ്രേറ്റ് മറാഠ ഡ്രാമ. വാർത്തയും പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്നതും മഹാരാഷ്ട്രയുടെ ഈ വാർത്ത തന്നെയാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഓരോ നിമിഷവും രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ. വെൽക്കം ടു ന്യൂസ് ട്രാക്ക് 1710. സ്വാഗതം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മറാത്ത രാഷ്ട്രീയം ആന്റി ക്ലൈമാക്സിലേക്ക്. അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ത്രികക്ഷി സഖ്യത്തിന്റെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഫഡ്നാവിസിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന ആവശ്യം. 50 MLA-മാർ തന്നോടൊപ്പമെന്ന് ശരത് പവാർ. അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് NCP പുറത്താക്കി. ജയന്ത് പാട്ടീൽ നിയമസഭാ കക്ഷി നേതാവാകും. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അട്ടിമറി. സൂര്യോദയത്തിന് മുൻപ് രാഷ്ട്രപതി ഭരണം പിൻവലിച്ച് ഫഡ്നവിസിന്റെ സത്യപ്രതിജ്ഞ. കുടുംബവും പാർട്ടിയും പിളർത്തി അജിത് പവാർ ഉപമുഖ്യമന്ത്രി. ജനവിധി നടപ്പായെന്ന് BJP. എല്ലാ നിയമങ്ങളും BJP കാറ്റിൽ പറത്തിയെന്ന് ശിവസേന. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം. ഗുണ്ടാക്രമണത്തിൽ 14 വയസ്സുകാരന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് ആനയറ സ്വദേശി നീരജിന്. കൈകാലുകൾ തല്ലിയൊടിച്ചു. ആന്തരിക അവയവങ്ങൾക്കും പരിക്കേറ്റു. മർദ്ദനം, ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് കൊലക്കേസ് പ്രതിയടക്കം 2 പേർ അറസ്റ്റിൽ. ഷഹല ഷെറിന്റെ മരണത്തിൽ താലൂക്ക് ആശുപത്രി ഡോക്ടറെ തള്ളി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആവശ്യത്തിലധികം ആന്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്ന് DMO 24-നോട്. ഡോക്ടറുടേത് ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. ഷഹലയുടെ വീട്ടിൽ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സന്ദർശനം. ബത്തേരിയിലും കണ്ണൂരിലും മന്ത്രിമാർക്ക് കരിങ്കൊടി. PSC പരീക്ഷാ ക്രമക്കേടിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് അന്വേഷണ സംഘം. പ്രതികളായ നസീമും ശിവരഞ്ജിത്തും കോപ്പിയടിക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്തി. പ്രതികളിൽ ഒരാൾ മറ്റുള്ളവർ അറിയാതെ വിറ്റ ഫോൺ കണ്ടെത്തിയത് ബംഗളൂരുവിൽ നിന്ന്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിലും ബംഗ്ലാദേശ് പതറുന്നു. 241 റൺസ് ലീഡ് നേടിയ ഇന്ത്യയുടെ ജയം 4 വിക്കറ്റ് അകലെ. കന്നി ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേട്ടവുമായി വിരാട് കോഹ്ലി. Century number 27. He'll come back for 2. He's still thinking of the extra run. Wonderful. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബംഗളൂരു FC. ഐ ലീഗ് 13ാം സീസണിലേക്കുള്ള ഗോകുലം FC ടീമായി മാർക്കസ് ജോസഫ് ക്യാപ്റ്റൻ. പവാർ വേഴ്സസ് പവാർ. പവർ പ്ലേ. അനിശ്ചിതത്വം തുടരുന്ന മഹാരാഷ്ട്രയിൽ അജിത് പവാറിന് തിരിച്ചടി. NCP നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് അജിത് പവാറിനെ നീക്കിയെന്ന വാർത്തയാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പുറത്തുവരുന്നത്. ജയന്ത് പാട്ടീലിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അജിത് പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. സർക്കാർ രൂപീകരണത്തിനെതിരെ NCP, കോൺഗ്രസ്, ശിവസേന പാർട്ടികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി നാളെ പരിഗണിക്കാമെന്ന് രജിസ്ട്രാർ ഉറപ്പ് നൽകി. 5 MLA-മാർ ഒഴികെ എല്ലാവരും ശരത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തുവെന്ന് NCP അറിയിച്ചു. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, മുംബൈയിൽ തിരക്കിട്ട രാഷ്ട്രീയ കൂടിയാലോചനകൾ രാത്രിയിലും അവസാനിക്കാത്ത അഭ്യൂഹങ്ങളാണ്. ഒടുവിൽ ആന്റി ക്ലൈമാക്സിലേക്കാണോ മഹാരാഷ്ട്ര രാഷ്ട്രീയം പോകുന്നത്? അരുൺ, സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് പറയാനായി പ്രേരിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. നാളെ തന്നെ ഈ കേസ് പരിഗണിക്കാനാണ്
തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡൽഹിയിലില്ല, അദ്ദേഹം തിരുപ്പതിയിലാണുള്ളത്. അദ്ദേഹം രാവിലെയോടുകൂടി തിരിച്ച് ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തിയതിനു ശേഷം കേസ് പരിഗണിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി ഒരു 11:30-ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ കക്ഷികളായിട്ടുള്ള കോൺഗ്രസും ശിവസേനയും ഒപ്പം NCPയും വിശദീകരിക്കും. മഹാരാഷ്ട്രയിലെ തങ്ങളുടെ സാമാജികരുടെ അംഗസംഖ്യ അടക്കമുള്ള വിവരങ്ങൾ സത്യവാങ്മൂലമാക്കിയായിരിക്കും ഈ 3 പാർട്ടികളും സമർപ്പിക്കുക. അതോടുകൂടി കോടതിയെ സംബന്ധിച്ച് ഈ വിഷയം പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹാജരാകുന്ന അഭിഭാഷകനും എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കോടതി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാളെ തന്നെ ഫ്ലോർ ടെസ്റ്റ് നടത്താനായി നിർദ്ദേശിച്ചാൽ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ സങ്കീർണമായി മാറും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്പസമയം മുമ്പാണ് NCPയുടെ നിയമസഭാ കക്ഷി യോഗം പൂർത്തിയായത്. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇപ്പോൾ അവിടെയുള്ള MLA-മാരിൽ, അതായത് NCPക്ക് ആകെ 54 MLA-മാരാണ് ഉള്ളത്. അതിൽ 9 പേർ ഒഴികെയുള്ള MLA-മാർ ഹാജരായി എന്നാണ് NCP നേതൃത്വം അവകാശപ്പെടുന്നത്. അതായത് 45ഓളം MLA-മാർ ഇപ്പോഴും NCPക്ക് ഒപ്പം തുടരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകം തുടരുന്നത്. ഇപ്പോൾ ശിവസേനയും കോൺഗ്രസും അവരവരുടെ MLA-മാരെ അടുത്തുള്ള റിസോർട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് മാറ്റിയിരിക്കുന്നത് മധ്യപ്രദേശിലേക്കാണെങ്കിൽ ശിവസേന മുംബൈയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലേക്ക്, ലളിത് ഹോട്ടലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. സമാനമായി NCPയും അവരുടെ MLA-മാരെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും അവർക്ക് നാളത്തെ ദിനം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി കണക്കാക്കുന്നു. അജിത് പവാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് NCP മാറ്റിയിട്ടുണ്ട്. വിപ്പ് നൽകാനുള്ള അധികാരം അതോടുകൂടി അജിത് പവാറിന് നഷ്ടമായിരിക്കുന്നു. അജിത് പവാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി പദം രാജിവെക്കാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വത്തെയാണ് അദ്ദേഹം തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്റെ കൂടെ 35ഓളം MLA-മാർ ഉണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ തൻ്റെ കൂടെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട MLA-മാരിൽ 9 പേരൊഴികെ ബാക്കി എല്ലാവരും തിരിച്ച് NCP പാളയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട് എന്നത് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അജിത് പവാർ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അജിത് പവാറിന് അയോഗ്യതാ ഭീഷണി അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ ഒരു തന്ത്രപരമായിട്ടുള്ള നിലപാട് എന്ന രീതിയിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം രാജിവെച്ച് NCPയുടെ വിപ്പ് അനുസരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ ആകില്ല. രാധാകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. ഇപ്പോൾ ഈ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് പുലർച്ചെ മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കാൻ ഫട്നാവിസിനോടൊപ്പം പോയ അജിത് പവാർ തിരികെ NCP ക്യാമ്പിലേക്ക് മടങ്ങാൻ പോകുന്നുവെന്ന സൂചനയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നു എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ നൽകുന്നത്. മുംബൈയിൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നു. നോക്കാം നമുക്ക് ഈ ഘട്ടത്തിൽ നിമ്മി. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ സീറ്റ് നില ഇപ്രകാരമാണ്: BJPക്ക് 105ഉം ശിവസേന 56ഉം NCP 54ഉം കോൺഗ്രസ് 44ഉം. അതായത് 56ഉം 54ഉം NCPയും ശിവസേനയും കൂടി ചേർന്നാൽ തന്നെ 110. ഒപ്പം കോൺഗ്രസ് കൂടി ചേരുന്നതോടുകൂടി 154 തീരും. ആ 154 ഉണ്ടെങ്കിൽ തന്നെ മാജിക് നമ്പറായി 145 മറികടക്കാൻ എളുപ്പവുമായിരുന്നു. ഇന്ന് ഉദ്ധവ് താക്കറെ ഈ നമ്പറിലാണ് വിശ്വാസമർപ്പിച്ച് ഭഗത് സിംഗ് കോഷിയാരിയെ കണ്ടു ഇത്രയും പേരുടെ പിന്തുണ, 154 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നറിയിക്കാനിരുന്നത്. മാത്രവുമല്ല 29 പേർ മറ്റുള്ളവരുണ്ട്, അതിൽ തന്നെ 14 പേർ തന്നെ പിന്തുണയ്ക്കുന്നവരുമാണ്. അങ്ങനെ 154ഉം 14ഉം 168 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് കരുതിയിരുന്നു. ഇന്ന് പുലർച്ചെ ഉദ്ധവ് താക്കറെ ഭഗത് സിംഗ് കോഷിയാരിയെ കാണാം എന്ന് ഉറപ്പിക്കുന്ന വേളയിൽ പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിയുകയായിരുന്നു. ഇനി നിലവിലുള്ള സാധ്യതകൾ ഇപ്രകാരമാണ്. നിലവിലെ കണക്കുകളിൽ സംഭവിച്ചിരിക്കുന്ന സാധ്യത BJPക്കും അജിത് പവാറിന് മുൻപിലുള്ള സാധ്യത. ആദ്യം അജിത് പവാർ ക്ലെയിം ചെയ്തത്, അവകാശപ്പെട്ടത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള അവസ്ഥയാണ്. 105 സീറ്റുള്ള BJP,
54-ൽ 40ഓളം MLA-മാർ തനിക്കൊപ്പമുണ്ട് എന്നായിരുന്നു അജിത് പവാർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ 145 ആവും. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു സാധ്യതയ്ക്കും അങ്ങലേറ്റിട്ടുണ്ട്. ഈ സാധ്യത പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം NCP യോഗത്തിൽ 35ഓളം MLA-മാരുണ്ടായിരുന്നു. മാത്രവുമല്ല ബാക്കിയുള്ള 12ഓളം MLA-മാർ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചുരുങ്ങിയത് 50 പേരുടെ പിന്തുണ ഇപ്പോൾ ശരത് പവാറിന് ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കണക്ക് അപ്രസക്തമാണ്. ഇനി അടുത്ത സാധ്യത ഇതാണ്. ഈ രാത്രിയിൽ ഇനി എന്ത് നാടകമാണ് അരങ്ങേറുന്നത് എന്നത് ഇതിനെ കൂടി ആശ്രയിച്ചിരിക്കും. നിലവിൽ 50 പേർ വന്നിട്ടുണ്ടെങ്കിലും ഈ 54-ൽ 25 NCP MLA-മാരെയെങ്കിലും ഈ രാത്രിയിൽ അജിത് പവാറിനൊപ്പം നിർത്താൻ കഴിയുമോ? ഒപ്പം സ്വതന്ത്രരിലുള്ള 29 പേരിൽ 15 പേരെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിച്ചാലും BJP അജിത് പവാർ NCP സഖ്യത്തിന് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട മഹാരാഷ്ട്രയിലെ മഹാസാധ്യത എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുമ്പോൾ ശിവസേന ക്യാമ്പും ഭയക്കുന്ന സാധ്യത ഇതാണ്. 105 സീറ്റുള്ള BJP 54-ൽ 15 MLA-മാർ അജിത് പവാറിനോടൊപ്പം പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശിവസേനയിൽ നിന്നും 56 പേരിൽ നിന്നും 10 പേരെയെങ്കിലും അടർത്തിയെടുക്കുക. മറ്റുള്ളവരിൽ നിന്ന് 29-ൽ 15 പേരെ അടർത്തിയെടുത്താൽ 15-ഉം 10-ഉം 25-ഉം NCP-യുടെ കയ്യിലുള്ള 15-ഉം കൂടി 40. അങ്ങനെ വന്നാലും 145 എന്ന മാജിക് നമ്പറിലേക്ക് എത്താം. ഇത്രയുമാണ് നിലവിലുള്ള സാധ്യത. പക്ഷേ എല്ലാ സാധ്യതയും ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞതോടുകൂടി അടയുന്നുവെന്നാണ് ഈ രാത്രിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അജിത് പവാറിന്റെ ഒരു രാജി പ്രഖ്യാപനം ഉണ്ടായി, അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചു എന്ന സൂചനകൾ വന്നാൽ അതിന്റെ അർത്ഥം ഇത്തരം സാധ്യതകളൊക്കെ അടഞ്ഞു എന്നുള്ളത്. ശരത് പവാർ ഈസ് ദ റിയൽ കിങ് മേക്കർ എന്നാണ്. മറാത്ത രാഷ്ട്രീയത്തിൽ ശരത് പവാറിന് പകരം വയ്ക്കാൻ മറ്റൊരു NCP നേതാവില്ല. അമ്മാവനോളം വളർന്നിട്ടില്ല മരുമകൻ എന്ന രാഷ്ട്രീയം മഹാരാഷ്ട്രയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടും. ഇന്ന് വിധി അങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്തായാലും BJP-യുടെ ഒരു രണ്ടാമത്തെ ഒരു ശ്രമമായിരുന്നു ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാവുന്നതിനെ എന്ത് വില കൊടുത്തും തടയുക എന്ന നാടകമാണ് ഇന്നലെ നടന്നത്. പക്ഷേ അതിന് വില നൽകേണ്ടി വന്നത് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഗവർണർ പാലിക്കേണ്ട സർക്കാരിയ കമ്മീഷനും പുഞ്ചി കമ്മീഷനും അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിഷ്പക്ഷ രാഷ്ട്രീയം എന്ന നിലപാടാണ് മഹാരാഷ്ട്രയിൽ തകർന്നത് എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ കണക്കുകൂട്ടലും. ഒരുപക്ഷെ നാളെ കോടതി നാളെ രാവിലെ തന്നെ പരിഗണിക്കുന്നുണ്ട് ഈ ഹർജി. കോടതിയുടെ തീരുമാനം വളരെ നിർണായകമാണ്. നാളെ ഫ്ലോർ ടെസ്റ്റ് ഉണ്ടെങ്കിൽ. പക്ഷേ നിമ്മി അവിടെയും പ്രശ്നമുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി മഹാരാഷ്ട്രയിലില്ല, ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു ഫ്ലോർ ടെസ്റ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗവർണർ തിരികെ എത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്ന നാടകം സുപ്രീം കോടതിയിലാണ്. നാളെ 11:30 സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലേ നിമ്മി? അതെ. ഒരുപക്ഷെ ഇനി മഹാരാഷ്ട്രയിലെ ഇന്നലെ രാത്രി മുതൽ നടന്ന ഒരു നാടകീയമായ നീക്കങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സൂപ്പർ ഡ്രാമ ഇൻ മറാത്ത. മഹാരാഷ്ട്രയിൽ NCP-യെ പിളർത്തിയാണ് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനാടകീയ നീക്കങ്ങൾക്ക് ഒടുവിൽ അതിരാവിലെ 7 മണിയോടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. NCP നേതാവ് അജിത് പവാറാണ് ഉപമുഖ്യമന്ത്രിയായത്. BJP ഇതര സർക്കാർ രൂപീകരിക്കാൻ ശിവസേനയും കോൺഗ്രസും NCP-യും തമ്മിൽ ധാരണയിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ നീക്കം. പുലർച്ചെ 5:47 മഹാരാഷ്ട്രയിലെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചത്. 8 മണിയോടെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും NCP നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ജനവികാരം നടപ്പാക്കുകയാണ് ചെയ്തതെന്ന് അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. കിച്ചടി സർക്കാരിന് വേണ്ടിയല്ല ജനം വിധിയെഴുതിയത്, ജനവിധി അട്ടിമറിക്കാനാണ് ശിവസേന ശ്രമിച്ചതെന്നും ഫട്നാവിസ് ആരോപിച്ചു. महाराष्ट्र की जनता ने एक बहुत स्पष्ट जनादेश दिया था, किंतु उस जनादेश को नकारते हुए हमारे साथ लड़ी शिवसेना पार्टी ने हमारे साथ गठबंधन करने की जगह दूसरी ओर गठबंधन करने का प्रयास शुरू किया. പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസിനെയും അജിത് പവാറിനെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. മഹാരാഷ്ട്രയുടെ നല്ല ഭാവിക്കായി ഇവർ പ്രയത്നിക്കുമെന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കർഷക താൽപര്യമാണ് BJP-യുമായുള്ള സഖ്യത്തിന് കാരണമായതെന്നായിരുന്നു അജിത് പവാറിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് NCP കേരള ഘടകം. കേരളത്തിൽ ഒപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും ശരത് പവാറിന്റെ വാക്കുകൾ വിശ്വസിക്കാനാവില്ലെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട്. NCP-യെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി. കൂറുമാറിയ MLA-മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് ചാണ്ടി അറിയിച്ചു. രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണിത്.
ഇങ്ങനെ മറുകണ്ഠം ചാടുക എന്നുള്ളത് അതിനിപ്പോൾ ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ തടയിടാനൊന്നും ഒക്കത്തില്ല. ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്നും മഹാരാഷ്ട്രയിലെ തീരുമാനം NCPയുടേതല്ലെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ഒരു മാറ്റത്തിൻ്റെയും പ്രശ്നമില്ല, ആവശ്യമില്ലല്ലോ. കാരണം വെച്ചാൽ പാർട്ടിയുടെ നിലപാടിൽ ഇന്നുവരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോലും പാർട്ടി മാറ്റം ഉണ്ടായിട്ടില്ല. അജിത് പവാറും ശരത് പവാറും രണ്ട് തട്ടിലേക്ക് പോയ പാർട്ടി എങ്ങനെ വിളിരുന്നത്? മഹാരാഷ്ട്രയിലെ ശരിയാണ്. അജിത് പവാർ ദേശീയ നേതാവല്ല, ദേശീയ തലത്തിൽ റോളും ഇല്ല പുള്ളിക്ക്. കൂടുതൽ വ്യക്തത വരട്ടെ എന്ന നിലപാടിലാണ് ഇടതുമുന്നണി നേതൃത്വം. കേരളത്തിലെ NCPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശരത് പവാർ ഇപ്പോൾ പറയുന്നത് ഈ അജിത് പവാറിൻ്റെ മാറ്റം ഞാൻ അറിഞ്ഞിട്ടില്ല, NCP അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. BJP NCP ബന്ധത്തിൽ CPIM-നെ പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എല്ലാ സംസ്ഥാനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടി BJP പരിപൂർണമായിട്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇന്ന് പകൽ മുഴുവൻ വാർത്തയിൽ നിറഞ്ഞു നിന്നത് മറാത്ത രാഷ്ട്രീയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷഹല ഷെറിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ കുറച്ചു മാത്രമാണ് എല്ലാ ബുള്ളറ്റിനിലും സ്ഥാനം പിടിച്ചത്, അല്ലേ? എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് വയനാട്ടിൽ ബത്തേരിയിൽ ഷഹല ഷെറിന്റെ വീട്ടിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ബത്തേരി ആശുപത്രിയിലും സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? അതെ, DMOയുടെ നിർണായകമായൊരു വെളിപ്പെടുത്തലുണ്ടായി. ജൂനിയർ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് DMO. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ഷഹല ഷെറിന് ചികിത്സ വൈകിപ്പിച്ച സംഭവത്തിൽ താലൂക്ക് ആശുപത്രി ഡോക്ടറുടെ പ്രതികരണത്തെ തള്ളി ജില്ലാ മെഡിക്കൽ ഓഫീസർ 24-നോട്. താലൂക്ക് ആശുപത്രിയിൽ ആന്റിവനം ഇല്ലായിരുന്നുവെന്ന ഡോക്ടറുടെ പ്രസ്താവന തെറ്റ്. ആന്റിവനം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കുട്ടിക്ക് നേരത്തെ ആന്റിവനം നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനായേനെന്നും DMO MG രേണുക 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഷഹല ഷെറിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ആന്റിവനം സ്റ്റോക്കില്ലായിരുന്നുവെന്നാണ് ഡ്യൂട്ടി ഡോക്ടർ ജിസ മാധ്യമങ്ങളോട് പറഞ്ഞത്. വെന്റിലേറ്റർ ഇല്ലാത്തതും പ്രതിസന്ധിയായി. എന്നാൽ ഡോക്ടറുടെ വാദങ്ങളെ പാടെ തള്ളുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ. താലൂക്ക് ആശുപത്രിയിൽ ഈ സമയം ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. രക്ഷിതാവ് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്നത് ഡോക്ടറുടെ പിഴവാണ്. ഷഹലയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവിടെ കാഷ്വാലിറ്റിയിൽ 13 വയലും അവിടുത്തെ സ്റ്റോക്കിൽ 15 വയലും, മൊത്തം 28 വയൽ ആൻറ്റിസ്നേക് വെനം അവിടെ ഉണ്ടായിരുന്നു. പാമ്പുകടി ഏറ്റെന്ന് ബോധ്യപ്പെട്ടാൽ ആന്റിവെനം നൽകാൻ കാത്തിരിക്കേണ്ടിയിരുന്നില്ല. കൃത്യസമയത്ത് ആന്റിവെനം നൽകിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാനാകുമായിരുന്നു. 100% പോയിസണസ് ആയ ഒരു സാധനത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ASV തന്നെയാണ്. അത് കൊടുക്കാൻ ആ കുട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷണങ്ങൾ നമ്മുടെ അന്വേഷണത്തിലാണ് നമ്മൾ കണ്ടെത്തിയ റിപ്പോർട്ടാണ് നമ്മൾ DHSനെ അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ DMO ആശുപത്രിക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് കാണിച്ച് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നിഖിൽ പ്രമേഷ്, 24 വയനാട്. ഷഹല ഷെറിന്റെ മരണം ഒരുപാട് മനസ്സുകളെ വേദനിപ്പിച്ചു, ഞെട്ടിപ്പിച്ചു. അതേസമയം തന്നെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കുഞ്ഞു മനസ്സുകളും പ്രതിഷേധിക്കുന്നുണ്ട് ഷഹലയുടെ മരണത്തിൽ. ഷഹലയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരായ പ്രതിഷേധം ഘടിപ്പിക്കാൻ വിദ്യാർത്ഥി തീരുമാനമുണ്ടായി. ഇപ്പോൾ കൃത്യവിലോപം നടത്തിയ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച മുതൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിരാഹാരം കിടക്കും. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും ഡോക്ടർക്കും വീഴ്ച പറ്റിയതായി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ P. സുരേഷും പറഞ്ഞു. അവധി ദിവസമായിട്ടും രാവിലെ തന്നെ തങ്ങളുടെ സഹപാഠിക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി സ്കൂൾ കവാടത്തിൽ കുത്തിയിരുന്നു. കുറ്റക്കാരായ അധ്യാപകരെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. തിങ്കളാഴ്ച മുതൽ ഇക്കാര്യം ഉന്നയിച്ച് വിദ്യാർത്ഥികൾ നിരാഹാരമിരിക്കും. സ്കൂളിൽ അപകടകരമാംവിധം നിലനിന്നിരുന്ന മൺപുറ്റ് നഗരസഭാ അധികൃതരെത്തി പൊളിച്ചുമാറ്റി. 3 വർഷം പഴക്കമുള്ള പുറ്റ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് 24 ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു. ഷഹലയുടെ മരണത്തിൽ അധ്യാപകർക്കും ഡോക്ടർക്കും വീഴ്ച പറ്റിയതായി അദ്ദേഹം പറഞ്ഞു. ഷഹലയ്ക്ക് നീതി തേടി MSF വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിലും കോൺഗ്രസ് ബത്തേരി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പാടുപെട്ടാണ് പ്രവർത്തകരെ പോലീസ് മാറ്റിയത്.
നിഖിൽ പ്രമേഷ്, 24 വയനാട്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ട്രാക്ക് 170 രാത്രി 10 മണിക്ക് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിനാണ്. ഇന്ന് പകൽ മുഴുവൻ നിറഞ്ഞു നിന്ന വാർത്തകൾ വളരെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ആയിരുന്നു. വയനാട് നിന്ന വാർത്തകൾ പ്രതിഷേധത്തിൻ്റെ വാർത്തയുണ്ട്, ഒപ്പം തന്നെ സ്കൂൾ മാറാൻ പോകുന്നുവെന്ന സൂചനയുണ്ട്, മന്ത്രിമാർ സന്ദർശിച്ച വാർത്തയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മളുടെ ഈ രാത്രി വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ചില പ്രേക്ഷകരെങ്കിലും മെസ്സേജിലും ചാറ്റിലും ഒക്കെ നേരത്തെ ചോദിച്ചിരുന്നത് രാത്രി ഭക്ഷണം കിട്ടുന്ന ആ വാർത്ത എപ്പോഴാണ് സംപ്രേഷണം ചെയ്യുക എന്നാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റാണ് ഈ രാത്രിയിലെ ഭക്ഷണവും നൈറ്റ് ലൈഫും. കൊച്ചിയിലെ ശനിയാഴ്ചയിലെ രാത്രി, സാറ്റർഡേ നൈറ്റ് ഫീവർ, ആനന്ദത്തിൻ്റെയും ആഘോഷത്തിൻ്റെതുമാണ്. DJ പാർട്ടികൾ കൊച്ചിയിൽ ഈ പറയുന്ന സന്തോഷം ഒരുപാട് നൽകുന്ന രാത്രികളാണ്, പ്രത്യേകിച്ച് ടെക്നോ പാർക്ക് പോലെയുള്ള, ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കടക്കം അല്ലേ? നമ്മൾ അത്തരം ഒരു രാത്രി കാഴ്ചയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിലെ സാറ്റർഡേ ഫീവർ. കൊച്ചി ഹോളിഡേ ഇന്നിൽ നിന്നും സഹിൻ ആന്റണി ചേരും. സഹിൻ, മൊത്തത്തിലൊരു നമസ്കാരം. ഈ സാധാരണ രീതിയിൽ ഈ DJ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഈ കണ്ണ് ചുളിക്കാറുണ്ട്. വലിയ കളറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാണുന്ന പോലെ നമ്മളിപ്പോൾ ഹോളിഡേ ഇന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു DJ പാർട്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ട്, വലിയ സംരക്ഷണം കൊടുക്കുന്ന ഇവരാണ്. DJ പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പോലെ വലിയ ഒരു ആഘോഷത്തിന്റെ രാവ്. എങ്ങനെയാണ്? അടിപൊളിയാണോ? ഈ കാണുന്ന പോലെ തന്നെ നല്ല ഒരു ആഘോഷം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശനിയാഴ്ചകളിലും ഈ DJ പാർട്ടികൾ കൊച്ചിയിലെല്ലാ മിക്കവാറുമുള്ള ഹോട്ടലുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അരുൺ, വലിയ ഒരു ആഘോഷം തന്നെയാണ് ഈ ശനിയാഴ്ച രാത്രി എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ എറണാകുളത്തെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഇത്തരത്തിലുള്ള DJകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നിർത്തലാക്കിയിരുന്നു. വീണ്ടും DJ അതിൻ്റെ ഒരു ആഘോഷത്തിൽ രാവുകളായി കൊച്ചി മാറുകയാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? എല്ലാ ശനിയാഴ്ചയും ഇത്തരത്തിൽ തന്നെ DJ ഉണ്ടാകാറുണ്ടോ? എല്ലാ ശനിയാഴ്ചയും നമുക്ക് DJ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഒന്നുകിൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് മോസ്റ്റ് ഹാപ്പനിങ് പബ്ബിലാണ്, ഇവിടെ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ പൂൾ സൈഡിലായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ബോൾ റൂം എന്ന് പറയുന്ന വൺ ഓഫ് ദ ബിഗസ്റ്റ് ഗ്രാൻഡ് ബോൾ റൂം ഇൻ ദ സിറ്റി. ഈ കാണുന്ന പോലെ തന്നെ ബൗൺസർ ചേട്ടന്മാരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇത്? വലിയ മസിലൊക്കെ ആണല്ലോ. ഇവിടെ എത്തുന്ന ആളുകളുടെ ഒരു സംരക്ഷണം ഉറപ്പിക്കലാണോ? ഇവിടെ എത്തുന്ന ആളുകളുടെ ഒരു സംരക്ഷണം ഉറപ്പിക്കലാണോ? അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. കാലങ്ങളായി DJയുടെ ബൗൺസേഴ്സ് ആയിട്ട് പോകുന്ന ആളുകളാണോ നിങ്ങൾ? ഈ DJയുടെ ബൗൺസേഴ്സ് ആയിട്ട് പോകുന്ന ആളുകളാണോ? ഞങ്ങളിപ്പോ ഏതാണ്ട് ഒരു 6-7 കൊല്ലമായി ഈ ഫീൽഡിലുണ്ട്.
പ്രവേശനമൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ എല്ലാ വീക്കെൻഡിലുമാണ് എടുക്കുന്നത്. വീക്കെൻഡിൽ എന്ന് പറയുമ്പോൾ എല്ലാ സാറ്റർഡേയും സൺഡേസും ഉണ്ടാവും. നമുക്കൊരു എൻട്രി ഉണ്ട്. എൻട്രി എന്ന് പറയുന്നത് നമുക്ക് അകത്തുനിന്ന് ലിക്കർ അത് കിട്ടും. ലിക്കർ കൂപ്പൺ റെഡീം ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് എല്ലാ ശനിയാഴ്ച ഡീജലൊക്കെ പങ്കെടുക്കാറുണ്ട്? അതാ DJ സാവിയോ എങ്ങനെയാണ്? അടിപൊളിയാണ്. നൈറ്റ് ലൈഫ് നല്ല രീതിയിലാണ് ഇവിടെ വരണത്. നൈറ്റ് ലൈഫ് വന്നാലേ ഇവിടെ കൾച്ചർ പബ്ബും എല്ലാം വന്നാലേ നമുക്ക് നമ്മുടെ ഇവിടെ കൾച്ചർ വളരുള്ളൂ. അറിയാലോ പബ്ബൊക്കെ വരണ സർക്കാരിന് അല്ല വരണം എന്നേ പറയുള്ളൂ. എന്ന് പറഞ്ഞെങ്കിൽ അല്ലാതെ ഇവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അവിടെ കേരളത്തിന്റെ പുറത്ത് പോയിട്ട് സാവി ഇതിന്റെ ഒരു പ്രശ്നം ലഹരിയുടെ ഒരു ഒഴുക്കുണ്ടാകും എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടല്ലോ. എവിടെ പോയാലും ഇതില്ലെങ്കിലും ലഹരിയുടെ ആക്ഷേപം ഒഴുക്കുണ്ടാവൂലേ? അപ്പൊ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ലഹരി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ? എല്ലാവർക്കും they know what they are drinking and they know how to behave. മനസ്സിലായോ? എവറിബഡി. ഇപ്പൊ ഇവിടെ മാത്രമല്ല, എവിടെ പോയാലും ഇപ്പൊ നിങ്ങൾ അത്ര ലഹരിയൊക്കെ കടത്തിവിടാതിരിക്കാൻ വല്ല ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ടോ? ഡ്രഗ്സ് ഇവിടെ എല്ലാവരെയും സ്ക്രീൻ ചെയ്തിട്ടാണ് ഫ്രിസ്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. സഹീൻ എന്തായാലും ഈ രാത്രിയിൽ കൊച്ചി ആഘോഷിക്കുകയാണ്. ആഘോഷരാവാണ് ഈ സാറ്റർഡേ നൈറ്റ് ഫീവർ. ഇപ്പോൾ ഹോളിഡേ ഇന്നിൽ നിന്നുള്ള കാഴ്ചയാണ് സഹീൻ ആന്റണി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്. നിമ്മിയുടെ മുഖം ഒന്ന് സന്തോഷിച്ചല്ലോ പബ്ബിനെ കുറിച്ച് പറഞ്ഞു. ഇല്ല, സഹീൻ ആന്റണി അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ഇത് വലിയ പ്രശ്നമായിരുന്നല്ലോ DJ പാർട്ടിയൊക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചത് DJ പാർട്ടി പ്രശ്നമാണ്, നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിടത്താണ് ഇനി പബ്ബുകൾ വരാൻ സർക്കാർ അനുമതി നൽകി. ഇനി അങ്ങനെ പബ്ബ് തുടങ്ങിയ കാര്യങ്ങളോട് പൊതുവെ നമ്മൾ കാണിക്കുന്ന വിമുഖത ഒരു പുനർചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, വിമുഖതയല്ല, ഈ സഹിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതിന് നിയന്ത്രണങ്ങളോടെ ആണെങ്കിൽ അതിലൊരു പ്രശ്നമില്ല. ലോകം ഒരുപാട് മാറുന്നുണ്ട്. അതേസമയം നമ്മൾ മാറണോ വേണ്ടെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്നാലും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ഡ്രിങ്കിങ് എന്നുള്ളത് ഇറ്റ്സ് ഇൻജുറീസ് ടു ഹെൽത്ത് എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമുക്ക് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് വരാം. ഇന്ന് മറ്റൊരു സംഘർഷത്തിന്റെ വാർത്ത കൂടി 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ വാർത്ത മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ യാക്കോബായ പക്ഷം തടഞ്ഞതാണ്. 1.5 മണിക്കൂർ കാത്തുനിന്ന ശേഷം ഓർത്തഡോക്സ് വിശ്വാസികൾ മടങ്ങി. പള്ളിയുടെ ഭരണ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം. സുപ്രീം കോടതി വിധിയുടെ ചൂട് പിടിച്ച ജില്ലാ കോടതി ഉത്തരവ് വന്നതോടെയാണ് ഓർത്തഡോക്സ് വിഭാഗം മുളന്തുരുത്തി പള്ളിയിൽ പ്രവേശിക്കാനെത്തിയത്. എന്നാൽ പള്ളിക്കുള്ളിൽ തമ്പടിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ ഇവരെ തടഞ്ഞു. പള്ളി നിലവിൽ യാക്കോബായ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. എന്നാൽ കോടതി വിധിയോടെ ഭരണ നിയന്ത്രണത്തിനുള്ള അവകാശം ഓർത്തഡോക്സ് പക്ഷത്തിനാണ്. വിധി നടത്തിപ്പിന് അധികൃതർ പിന്തുണ നൽകിയില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോയത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സഭയുടെ പള്ളിയിൽ പ്രവേശിക്കാൻ പോയത്, ആരുടെയും പിടിച്ചെടുക്കാൻ പോയതല്ല. ഭൂരിപക്ഷം വിശ്വാസികളുടെ പിന്തുണയോടെ പരമ്പരാഗതമായി കൈവശം വച്ചിരിക്കുന്ന പള്ളി എതിർവിഭാഗത്തിന് വിട്ടുനൽകില്ല എന്ന നിലപാടിലാണ് യാക്കോബായ പക്ഷം. 7 കോടി രൂപ മുടക്കി എയർ കണ്ടീഷൻ പള്ളിയുള്ള ഒരു വിഭാഗമാണ് ഈ പള്ളിക്ക് വേണ്ടി കുസ്തി പിടിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ പള്ളിയില്ല, ഞങ്ങൾക്ക് ആരാധന അർപ്പിക്കാൻ വേറെ സ്ഥലമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ തെരുവിൽ പോകണം ഈ 3000 കുടുംബാംഗങ്ങൾ. വിധി നടത്തിപ്പിനായി ബലപ്രയോഗത്തിന് പോലീസ് മുതിർന്നില്ല. 24 കൊച്ചി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടിയ ഒരു വാർത്ത കൂടിയാണ്. പക്ഷേ പോലീസ് അത് കൃത്യമായി പുറത്തു വിട്ടിട്ടില്ല. വ്യക്തത വന്നിട്ടില്ല അതിൽ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല പോലീസ് ആ വിവരം പുറത്തുവിടാത്തത്. പക്ഷെ നമുക്ക് കിട്ടിയ സൂചനകൾ പ്രതികൾ കീഴടങ്ങി എന്നുള്ള തരത്തിലായിരുന്നു അല്ലേ? അത്താണി കൊലപാതക കേസിലെ 3 പ്രതികളും കീഴടങ്ങിയതായാണ് സൂചന ലഭിച്ചത്. അങ്കമാലി CI ഓഫീസിലെത്തി കീഴടങ്ങിയ പ്രതികളെ പോലീസ് രഹസ്യ സങ്കേതത്തിൽ ചോദ്യം ചെയ്യുന്നതായും വിവരമുണ്ട്. പക്ഷേ പ്രതികൾ കീഴടങ്ങിയെന്ന വാർത്ത പോലീസ് നിഷേധിച്ചു. നെടുമ്പാശ്ശേരി അത്താണിയിൽ നടുറോഡിൽ കൊലപാതകം നടത്തിയ കേസിൽ പിടിയിലാകാനുള്ള വിനു, ലാൽ കിച്ചു, ഗ്രിൻഡേഷ് എന്നിവരാണ് ഇന്ന് കീഴടങ്ങിയത്. ഉച്ചയോടെ അങ്കമാലി CI ഓഫീസിൽ എത്തിയാണ് പ്രതികൾ കീഴടങ്ങിയത്. കേസിലെ മുഖ്യപ്രതികളായതുകൊണ്ട് തന്നെ ഇവരെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നതായാണ് വിവരം. എന്നാൽ അന്വേഷണ സംഘം പ്രതികൾ കീഴടങ്ങിയെന്ന വാർത്ത നിഷേധിച്ചു. മാത്രമല്ല, പ്രതികളെ പിടികൂടാൻ പോലീസ് സംഘം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, ചെന്നൈ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നതായും അറിയിച്ചു. ഇതിനിടെ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് കോയമ്പത്തൂരിലാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. മുഖ്യപ്രതി വിനുവിന് കോയമ്പത്തൂരിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ സംഘങ്ങളുടെ സഹായത്തോടെയാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത്. കേസിൽ ഗൂഢാലോചന നടത്തിയ 6 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം അത്താണിയിൽ ഇനിയും ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്നാണ്
രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. 24 കൊച്ചി. അത്താണിയിൽ മാത്രമല്ല നിമ്മി, തലസ്ഥാനത്തും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാ വിളയാട്ടം വന്ന ഒരു വാർത്ത കൂടി നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അച്ഛൻ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് 14 വയസ്സുകാരനെ ഗുണ്ടകൾ തടഞ്ഞുവെച്ച് മർദ്ദിച്ചത്. ആനേറ് സ്വദേശിയായ നീരജിന്റെ കൈകാലുകൾ ഗുണ്ടകൾ തല്ലിയൊടിക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങൾക്കും പരിക്കേറ്റ നീരജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 2 പേരെ പേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. നിന്റെ കയ്യിലാര്? നീ എവിടെ നിന്നെ ആരടിക്കണത്? നിന്നെ അടിക്കാര്? നിന്നെ അടിക്കണ നീ എവിടെയുണ്ട്? സ്ഥലം ചോദിക്കുന്നു. തലനാരിഴയ്ക്കാണ് ഗുണ്ടാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടാതെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നീരജ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി 10:30 ആനയറയിലെ അച്ഛന്റെ വീട്ടിൽ വസ്ത്രങ്ങൾ എടുക്കാൻ പോയതായിരുന്നു നീരജ്. അച്ഛൻ രാജൻ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ഗുണ്ടാസംഘം നീരജിനെ വീട്ടിൽ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു. പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദനം തുടർന്നു. ആക്രമണത്തിനിടെ ബന്ധുവിനെ നീരജ് ഫോണിൽ വിവരമറിയിച്ചു. തുടർന്ന് പേട്ട പോലീസ് സ്ഥലത്തെത്തി നീരജിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിൽ നീരജിന്റെ വലതു കൈയും കാലും പ്രതികൾ തല്ലിയൊടിച്ചു. ആന്തരികാവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നീരജ്. മുഴുവൻ അടിച്ചു ചതച്ച് കളഞ്ഞു. പിന്നെ 2 വലത് കാലും വലത് കൈ നന്നായിട്ട് പൊട്ടലുണ്ട്. ഒരു ഭാഗത്തല്ല പൊട്ടൽ, കാലിൽ 2-3 സ്ഥലത്തായിട്ട് പൊട്ടി, കൈ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ തന്നെ ഭയങ്കര. അതുപോലെ വാരിയലിൻ്റെ ഭാഗമൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ തലയ്ക്കൊന്നും അടി കിട്ടിയിട്ടില്ല, പക്ഷെ അടിച്ചത് അത്രയും ദേഹത്തടിച്ചപ്പോൾ ഇവൻ കൈയും കാലും കൊണ്ട് തടഞ്ഞതെന്ന. അങ്ങനെയാണ് മുഴുവനും കൈയുടെ ഈ കൈപ്പത്തി വരെ അവരടിച്ച് തകർത്ത് കളഞ്ഞു. അടി കൊണ്ടപ്പോൾ തടഞ്ഞതാണ്. ശരിക്കും നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാജേഷ്, അരുൺ എന്നിവരെയാണ് പേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജേഷിന്റെ ഫോൺ മോഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു നീരജിനെ പ്രതികൾ മർദ്ദിച്ചത്. പ്രതികൾ ലഹരിമരുന്നിന് അടിമകളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വേദനിപ്പിക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു. 14 വയസ്സേ ഉള്ളൂ അല്ലേ നീരജിന്. എന്നിട്ടാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ഗുണ്ടാരാജ് അല്ലെങ്കിൽ ഗുണ്ടാ വിളയാട്ടം തിരുവനന്തപുരത്ത് വളരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. ലഹരി മരുന്നിൻ്റെ ഒരു ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ എന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ടിലും. ഒരു മാസങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് പോകുന്നു. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ടാക്ക് 1/7 10 മണിക്ക് 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിൻ. രസകരങ്ങളായ ഒട്ടേറെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് നൽകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ന്യൂസ് ടാക്ക് 1/7 1 മണിക്കൂർ ദൈർഘ്യമുള്ള 10 മണിയുടെ വാർത്താ ബുള്ളറ്റിനാണ്. നിമ്മിയുണ്ട് എനിക്കൊപ്പം. നിമ്മി തിരുവനന്തപുരത്തേക്ക് വെട്ടുകാട് പള്ളിയിലേക്ക്. വെട്ടുകാട് പള്ളി പോയിട്ടുണ്ടോ നിമ്മി? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഈ വെട്ടുകാട് പള്ളിയിലാണെന്ന് തോന്നുന്നു. പോയാൽ ഒരു വെള്ള നൂലാണ് അല്ലേ? പണ്ടൊക്കെ ഈ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് കുറെ ചരടുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വാങ്ങിച്ച് കിട്ടുമായിരുന്നു. അതിലൊരു വിശ്വാസം ഉണ്ടെന്ന് കേട്ടിട്ടുള്ളത്. അതായത് വിശ്വാസമല്ല, ആ കെട്ടുന്ന ആളുകളുണ്ടോ? അങ്ങനെയുണ്ടോ? അതെ, അത് അവിടെ നിന്ന് വെഞ്ചരിച്ച നൂല് കെട്ടി ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചല്ല, നൂല് പൊട്ടുമ്പോഴേക്കും ആഗ്രഹം സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഈ നൂല് കണ്ടുപിടിച്ചവരൊന്നും ഒരുപക്ഷെ സങ്കല്പിച്ചിട്ടുണ്ടാവില്ലേ? അറിയില്ല, ആഗ്രഹം സാധിച്ചിട്ടുണ്ടോയെന്നും അറിയില്ല. പക്ഷെ അതൊരു വിശ്വാസമാണല്ലോ. തിരുവനന്തപുരം വെട്ടുകാട് മാധുരി ദേവൂസ് പള്ളിയിലെ ക്രിസ്തുരാജത്വ തിരുനാളിന് നാളെ കൊടിയിറങ്ങും. ഇതിനു മുന്നോടിയായി ഇന്ന് ക്രിസ്തുരാജത്വ സ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം നടന്നു. കഴിഞ്ഞ 10 ദിവസമായി നടന്നുവരുന്ന തിരുനാളിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്രിസ്തുരാജത്വ സ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. കാണാം. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ക്രൈസ്തവ ആരാധനാലയമാണ് വെട്ടുകാട് മാധുരി ദേവൂസ് ദേവാലയം. അവിടുത്തെ ക്രിസ്തുരാജത്വ തിരുനാളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണമാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്രിസ്തുരാജത്വ തിരുനാളിന് കൊടിയേറിയിരുന്നു. നാളെ സമാപനമാണ്. അതുമായി ബന്ധപ്പെട്ട് ക്രിസ്തുരാജത്വ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഇപ്പോൾ പള്ളിക്ക് സമീപം എത്തിയിട്ടുള്ളത്. പ്രദക്ഷിണത്തിൽ വെള്ള വസ്ത്രമണിഞ്ഞ് കത്തിച്ച മെഴുകുതിരിയും ജപമാലയും കയ്യിലേന്തിയ ആയിരങ്ങളാണ് പങ്കുചേർന്നത്. മുത്തുകുടയും പൂക്കളുമായി അണിനിരുന്ന കുരുന്നുമാലാഖമാർ പ്രദക്ഷിണത്തെ കൂടുതൽ വർണ്ണാഭമാക്കുകയും ചെയ്തു. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ്, ചടങ്ങിലാണ് ഈ പ്രദക്ഷിണം നടന്നത്. പേപ്പൽ പതാക വാഹകർ മുത്തുകുട, ദീപം,
ധൂപം, പൂക്കുട എന്നിവയേന്തി ബാലികമാരോടൊപ്പം കൊമ്പ്രിയ സഭ, ലീജിയൻ ഓഫ് മേരി, സൊഡാലിറ്റി, കർമ്മലീത സഭ, ഫ്രാൻസിസ്കൻ സഭ, വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, KCYM തുടങ്ങി നിരവധി ഭക്തസംഘടനകളുടെ അംഗങ്ങളും അണിനിരന്നു. ഒപ്പം ഈ പറഞ്ഞ പ്രദക്ഷിണത്തിന് വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ പ്രാർത്ഥനാ ഗീതങ്ങളുടെയും അകമ്പടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അലങ്കരിച്ച തേരിലായിരുന്നു ക്രിസ്തുരാജ സ്വരൂപത്തിൻ്റെ എഴുന്നള്ളിപ്പ്. പള്ളിയിൽ നിന്നും തിരിച്ച് വിവിധ മേഖലകളിൽ കണ്ണാന്തുറ, കൊച്ചുവേളി ഇടവകകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ പ്രദക്ഷിണം നടത്തി പള്ളിക്ക് സമീപത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. ഈ പ്രദക്ഷിണത്തിൽ വിശുദ്ധ കുരിശിൻ്റെയും കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും രൂപങ്ങളും എഴുന്നള്ളിച്ചു. വിശുദ്ധ കുരിശും ധൂപവും വഹിച്ചുകൊണ്ട് അൾത്താര ശുശ്രൂഷകരായിരുന്നു മുൻപിൽ അണിനിരുന്നത്. പിന്നാലെ മാലാഖ കുഞ്ഞുങ്ങളും പേപ്പൽ പതാകവാഹകരും മുത്തുകുട വാഹകരും അണിനിരന്നു. നവീകരിച്ച വെട്ടുകാട് പള്ളിയിലാണ് ഈ ഒരു തിരുനാൾ നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇതിൻ്റെ കൊടിയേറ്റ്. അന്ന് മുതൽ ഇന്ന് വരെ നിരവധി ആളുകളുടെ, വിശ്വാസികളുടെ, ജാതിമത ഭേദമന്യേ, പ്രായഭേദമന്യേ നിരവധി വിശ്വാസികളുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക് ഉണ്ടായിട്ടുള്ളത്. നാളെ ഇതിൻ്റെ സമാപനം കുറിക്കുകയാണ്. തിരക്ക് വളരെ വലിയ തിരക്കാണ് പള്ളിക്കും പരിസരങ്ങളിലും കാണാനാകുന്നത്. തിരക്ക് അനിയന്ത്രിതമായതോടെ പോലീസും അതുപോലെ തന്നെ സേവാ സംഘം വോളണ്ടിയർമാരും ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ രംഗത്തേക്ക് എത്തുകയും ചെയ്തു. പ്രദക്ഷിണത്തിന് മുന്നോടിയായി സന്ധ്യാവന്ദന പ്രാർത്ഥനയും നടന്നു. ഇതിന് നിരവധി വൈദികർ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും കഴിഞ്ഞ 10 ദിവസമായി നടന്നു വന്നിരുന്ന തിരുനാളിന് നാളെ കൊടിയേറും. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന, ഭക്തി സാന്ദ്രമായിട്ടുള്ള പ്രാർത്ഥനാഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വെട്ടുകാട് മാദ്രേ ദേവൂസ് ദേവാലയവും അതുപോലെ വിശ്വാസികളുമുള്ളത്. തിരുവനന്തപുരം വെട്ടുകാട് പള്ളിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അൽ അമീൻ, 24. എന്തായാലും വെട്ടുകാട് ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വെട്ടുകാട് പള്ളിയുടെ. നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മതസ്ഥരുടെ വിവിധ ആഘോഷങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ന്യൂസ് ട്രാക്ക് 1/7 നമുക്കിനി പോകേണ്ടത് ബീഹാറിലാണ്. അവിടെ അത്ര സന്തോഷം തരുന്നൊരു വാർത്തയല്ല ഇന്ന് നടന്നത്. ബീഹാറിലെ മുത്തൂറ്റ് ശാഖയിൽ വൻ കവർച്ച. 6 അംഗ സംഘം 25 കോടി രൂപ വില വരുന്ന 55 കിലോഗ്രാം സ്വർണം കവർന്നു. പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് SP MK ചൗധരി പറഞ്ഞു. സംഭവം വൈശാലി ജില്ലയിലെ ഹാജിപ്പൂരിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റിന്റെ ശാഖയിലേക്ക് അതിക്രമിച്ചു കടന്ന 6 അംഗ സംഘം ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമടക്കം ആകെ 55 കിലോഗ്രാം സ്വർണമാണ് സംഘം അപഹരിച്ചത്. CCTV പരിശോധിച്ചതിൽ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി SP MK ചൗധരി പറഞ്ഞു. पुलिस इस पर जांच कर रही है. इनका दावा है कि करीब 55 किलो सोना है. पुलिस इसकी जांच कर रही है और जो भी अपराध करनी है हम लोग तुरंत जो है कि उसके निशानदेही, उसका जो पहचान हम लोग कर लिए हैं और करने के बाद हम लोग तुरंत उसे गिरफ्तार करेंगे. പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നും അദ്ദേഹം അറിയിച്ചു. 24 ഡൽഹി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരം രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇന്ന് തലസ്ഥാനത്ത് വലിയൊരു മാർച്ച് നടന്നിരുന്നു. JNUവിലെ വിദ്യാർത്ഥികൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ എത്തിയിരുന്നു. സീതാറാം യെച്ചൂരി അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. JNU വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു യെച്ചൂരി. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണത്തിനെതിരെയും JNUവിലെ ഹോസ്റ്റൽ ഫീസ് വർധനവിനെതിരെയുമായിരുന്നു പാർലമെന്റ് മാർച്ച്. വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ JNU അധ്യാപക യൂണിയനും യുവജന സംഘടനകളും അണിനിരന്നു. മണ്ഡി ഹൌസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് സമീപം അവസാനിച്ചു. JNUവിലെ വിദ്യാർത്ഥി സമരം രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. JNU की छात्र आंदोलन की परंपरा को अभी भी बरकरार रख रहे हो कि JNU में जो भी आंदोलन होता है वो सिर्फ JNU तक सीमित कभी नहीं होता है, पूरे देश के छात्रों को जगाता है. സമരം അവസാനിപ്പിക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം നിയോഗിച്ച ഉന്നതാധികാര സമിതി തിങ്കളാഴ്ച സമർപ്പിക്കുന്ന ശുപാർശകൾ അനുസരിച്ച് സമരത്തിന്റെ ഭാവി തീരുമാനിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. CPI നേതാവ് കനയ്യകുമാർ, ഭീമാർമി അധ്യക്ഷൻ ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ മാർച്ചിന് പിന്തുണയുമായി എത്തി. 24 ഡൽഹി. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ യുവാക്കൾക്ക് വിദേശത്ത് തൊഴിലവസരം ലഭിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 48 യുവാക്കൾക്കാണ് ജോലി ലഭിച്ചത്. തൊഴിലവസരം ലഭിച്ചവർക്കുള്ള വിസ അങ്കമാലി എക്സ്പോയർ അക്കാദമിയിൽ വെച്ച്
നടന്ന ചടങ്ങിൽ മന്ത്രി AK ബാലൻ വിതരണം ചെയ്തു. തൊഴിൽ സ്വപ്നങ്ങൾ പൂവണിഞ്ഞ ഇവർ ഇനി പറന്നുയരും. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ 3 മാസത്തെ തൊഴിൽ പരിശീലനത്തിനു ശേഷമാണ് പട്ടികജാതി വിഭാഗത്തിലെ 48 യുവാക്കൾ വിദേശ തൊഴിലെന്ന സ്വപ്നദൂരത്തിലേക്ക് പറന്നുയരുന്നത്. കൂടെ നിന്നവരോടും ചേർത്തുപിടിച്ചവരോടും മനസ്സ് തുറന്ന് നന്ദി പറയുന്നു ഇവർ. ഏകദേശം 1 മാസത്തോളം ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വിസ കാര്യങ്ങളെല്ലാം ലഭിച്ചു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള വിദേശത്ത് നമ്മൾ എങ്ങനെ ജോലി ചെയ്യാന്നുള്ള ഒരു ടെക്നിക്കാണ് സത്യം പറഞ്ഞ് ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്കമാലി എക്സ്പോയർ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ബാലൻ വിദേശ ജോലിക്കുള്ള വിസ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് കൈമാറി. അപ്പം ഞങ്ങൾ ഈ വർഷം തന്നെ 1000 SC STയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വിദേശത്തേക്ക് പറഞ്ഞയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 248 പേരെ ആദ്യം പറഞ്ഞയച്ചു. ഇപ്പം 48 പേരെ കൂടി പറഞ്ഞയക്കുകയാണ്. മക്കൾക്ക് ലഭിച്ച തൊഴിലവസരത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് രക്ഷിതാക്കൾ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിത്. അപ്പം ഇങ്ങനൊരു ചാൻസ് കിട്ടിയത് ഭയങ്കര സന്തോഷം തന്നെ. ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ സന്തോഷം തന്നെ. അവർ പോയി നന്നാവട്ടെ എന്നുള്ളൊരു മനസ്സ്. പട്ടികജാതി വികസന വകുപ്പും അങ്കമാലി എക്സ്പോയർ അക്കാദമിയും ചേർന്നാണ് തൊഴിൽ പദ്ധതി ഒരുക്കിയത്. 24 കൊച്ചി. ഇനി ശബരിമലയിലേക്കാണല്ലേ. ശബരിമലയിൽ ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മാളികപ്പുറം മേൽശാന്തിയായി MS പരമേശ്വരൻ നമ്പൂതിരി ചുമതലയേറ്റതാണ് ശബരിമലയിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന വാർത്ത. കുടുംബത്തിൽ മരണം നടന്നതിനാലാണ് സ്ഥാനാരോഹണം നീണ്ടുപോയത്. സന്നിധാനത്ത് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് സന്നിധാനത്ത് നടന്ന പ്രധാനപ്പെട്ട ചടങ്ങ് മാളികപ്പുറം മേൽശാന്തിയുടെ സ്ഥാനാരോഹണമാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായത് മൂലം ഇവിടെ തീർത്ഥാടനം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്ത്രി കണ്ഠരര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. തുടർന്നുള്ള പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇന്ന് മാളികപ്പുറത്ത് നടക്കുകയുണ്ടായത്. തിരക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിവിന് വിപരീതമായി വലിയ തോതിൽ തിരക്കാണ് സന്നിധാനത്ത് ഇന്ന് അനുഭവപ്പെട്ടത്. ശനിയാഴ്ചയാണ്, വിശേഷാൽ ദിവസം കൂടിയാണ് ഇന്ന് ശനിയാഴ്ച. അതിനാൽ തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഏറെ വൈകുവോളവും ഇപ്പോഴും തിരക്ക് തുടരുക തന്നെയാണ്. ഒരുപക്ഷേ ഹരിവരാസനം ചൊല്ലി നടയടച്ചതിന് ശേഷവും ധാരാളം പേർക്ക് ദർശനം കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അവർക്ക് നാളെ പുലർച്ചയോടുകൂടി മാത്രമേ ഒരുപക്ഷേ ദർശനം നടത്താൻ സാധിക്കുകയും ഉള്ളൂ. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ചെറുവാഹനങ്ങൾ കൂടുതലായി കടത്തിവിട്ട് തുടങ്ങുന്നുണ്ട്. അതും തീർത്ഥാടകർക്ക് വലിയ തോതിൽ അനുഗ്രഹമാണ്. ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്നാണ് ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയത്. അത് തീർത്ഥാടകർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നുണ്ട്. പമ്പയിൽ ആളുകളെ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ തിരികെ പോകണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഇത് അനുസരിച്ചാണ് തീർത്ഥാടകരും മുന്നോട്ട് പോകുന്നത്. നിലവിൽ നിയന്ത്രണങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ സന്നിധാനത്ത് തീർത്ഥാടനം സുഗമമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ശ്രീകാന്താണ് സന്നിധാനത്ത് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ ഓർമ്മിക്കുകയായിരുന്നു, പോയ വർഷങ്ങളിൽ സന്നിധാനത്ത് നിന്ന് ഇത്ര സമാധാനപരമായി കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഓരോ നിമിഷവും എന്നും സംഭവിക്കാം എന്നുള്ള ഒരു ഭയഭീതിയിലായിരുന്നു പ്രേക്ഷകരും ഭക്തരും അവിടെ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പോയ നമ്മുടെ സുഹൃത്തുക്കളും. ഭക്തരെ കാണാനില്ലായിരുന്നു അവിടെ, വളരെ കുറവായിരുന്നു. ശബരിമലയിൽ ഈ സന്നിധാനത്ത് നിമ്മി ഒരു പ്രത്യേകതയുള്ളത്, പ്രകൃതിയുമായി ഏറെ ഇണങ്ങി നിൽക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഉള്ളത്. തിയറിറ്റിക്കലി ആ പ്രദേശവും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ശ്രീബുദ്ധൻ കേട്ട് ബന്ധപ്പെടുത്തുന്ന കഥകൾ ഒരു ഭാഗത്തുണ്ട്. ശബരിമലയാണെങ്കിൽ പോലും അഹിംസ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൂങ്കാവനം എന്നാണ് അതിലൊരു ഭാഗം അറിയപ്പെടുന്നത്. അപ്പോൾ ശബരിമല ഒരു പൂങ്കാവനമാണ്. പക്ഷേ പ്ലാസ്റ്റിക് മാലിന്യം കടുത്ത രീതിയിൽ ശബരിമലയ്ക്ക് ഭീഷണിയാവുന്നു. കടുത്ത നിരോധനമുണ്ടായിട്ടും പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിന് ഒരു കുറവുമില്ല ശബരിമലയിൽ. തീർത്ഥാടകർ നിയന്ത്രണം പാലിക്കാത്ത പക്ഷം പൂങ്കാവനം വൈകാതെ മാലിന്യക്കൂമ്പാരമായി തീരും. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന കാരണത്താൽ തന്നെ കുന്നുകൂടുന്ന മാലിന്യം വലിയ ഭീഷണിയാണ് ശബരിമലയിൽ ഉയർത്തുന്നത്. ഇതിൽ തന്നെ ഓരോ തീർത്ഥാടന കാലം കഴിയുമ്പോഴും കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് കൂടുതൽ വിനാശകരം. ഭക്തർ ഇരുമുടിയിൽ നിറയ്ക്കുന്ന പൂജാദ്രവ്യങ്ങൾ പലതും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് എത്തിക്കുന്നത്. ചെറിയ കർപ്പൂര പാക്കറ്റ് മുതൽ പനിനീർ കുപ്പികൾ വരെ ഇതിൽപ്പെടും. ഇവയെല്ലാം തന്നെ അതേപടി സന്നിധാനത്ത് പലയിടത്തായി നിക്ഷേപിക്കാറാണ് പതിവ്.
കൊടും കാടിന് നടുവിലാണ് സന്നിധാനവും ശരണപാതയും എന്നതിനാൽ പ്രകൃതിയുടെയും പൂങ്കാവനത്തിലെ ജീവജാലങ്ങളുടെയും നാശത്തിനാണ് ഈ പ്രവൃത്തിയിലൂടെ ഭക്തർ കാരണക്കാരാകുന്നത്. ഓരോ സീസൺ കഴിയുമ്പോഴും പ്ലാസ്റ്റിക് ഭക്ഷിച്ച് മരിച്ച ജീവജാലങ്ങളുടെ ജഡം വനത്തിനുള്ളിൽ കാണപ്പെടുക സർവ്വസാധാരണമാണ്. തുണിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളി പമ്പയും മലിനമാക്കുന്നത് പതിവ് തന്നെ. കർശന നിരോധനവും പുണ്യം പൂങ്കാവനം പോലുള്ള പദ്ധതികളുമൊന്നും പൂർണ്ണമായും ഫലം കാണുന്നുമില്ല. ഇരുമുടിയിൽ നിന്നും പ്ലാസ്റ്റിക് മുക്ത തീർത്ഥാടനം ആരംഭിക്കുക മാത്രമാണ് ഏക പരിഹാരമാർഗം. പരമപവിത്രമാണ് ശബരിമല പൂങ്കാവനം. അവിടം സംരക്ഷിക്കേണ്ടത് ഓരോ ഭക്തന്റെയും കടമയുമാണ്. ക്യാമറാമാൻ സുനിൽ സുരേന്ദ്രനൊപ്പം എസ് ശ്രീകാന്ത്, 24 സന്നിധാനം. ഈ ഇരുമുടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇരുമുടിയിൽ ഒരെണ്ണം അയ്യപ്പൻ അവിടെ കൊണ്ടുപോകാനുള്ള ഈ നെയ്ത്തേങ്ങയാണ്. നെയ്ത്തേങ്ങ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ പോകുന്നതോടുകൂടി സാങ്കല്പികമായി നമ്മളതിലേക്ക് ലയിക്കുന്നുവെന്നാണ് സങ്കല്പം. തത്വമസി എന്നാണ്. മറുഭാഗത്തുള്ളത്, രണ്ടാമത്തെ മുടിയിലുള്ളത്, ആ യാത്രാമധ്യേ ഈ അയ്യപ്പന് കഴിക്കാൻ പോകുന്നയാൾക്ക് കഴിക്കാനുള്ള സാധന സാമഗ്രികളാണ്. ഇത് പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു ആചാരമാണ്. അതിപ്പോഴും ഇങ്ങനെ തുടർന്നു പോകുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ മുടിയില്ലെങ്കിലും ശബരിമലയിൽ പോകാം. അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ ഇപ്പോൾ ഹോട്ടലുകളുണ്ടല്ലോ, പക്ഷെ അതിനുള്ളിലാണ് പലപ്പോഴും ഈ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ അധികം കാണുന്നത്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കുകൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നതോടുകൂടി വലിയ കൂമ്പാരമായിട്ട് തീരും. നിലവിൽ അതിനുള്ള ഇൻസിനേറ്റർ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീകാന്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ദുബായിൽ നടന്ന ഒരു വളരെ രസകരമായൊരു കൂട്ടായ്മയുടെ വാർത്ത വരുന്നുണ്ട്. ആ കൂട്ടായ്മ ആരുടെ കൂട്ടായ്മയാണെന്നുകൂടി നമുക്കങ്ങ് പറഞ്ഞേക്കാം അല്ലേ? സസ്പെൻസ് ആക്കി വെക്കണോ? സസ്പെൻസ് ആണ്, എന്നാലും നമുക്കൊന്ന് പറഞ്ഞേക്കാം. ലാൽ, ദ ഓൺലി വൺ ലാലേട്ടൻ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു ന്യൂസ് ട്രാക്ക് 1710. 10 മണിക്കുള്ള 1 മണിക്കൂർ ദൈർഘ്യമുള്ള ന്യൂസ് ട്രാക്കാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ദുബായിൽ നടന്ന ഒരു അപൂർവ സൗഹൃദത്തിൻ്റെ, ഒരു അപൂർവ സംഗമത്തിൻ്റെ കഥയിലേക്കാണ്. ദുബായിൽ നടന്ന മോഹൻലാലും കൂട്ടുകാരും അറ്റ് 41 എന്ന താരനിശ സമ്പന്നമായിരുന്നു. മൊഹിസിനായിലെ എത്തിസലാത്ത് അക്കാദമി മൈതാനത്ത് നടന്ന പരിപാടി കാഴ്ചയുടെ അസുലഭ മുഹൂർത്തമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. റിപ്പോർട്ട് കാണാം. ദുബായ് മൊഹൈസിന എത്തിസലാത്ത് അക്കാദമി സാക്ഷിയായത് ചരിത്ര മുഹൂർത്തത്തിന്. മോഹൻലാലും അടുത്ത സുഹൃത്തുക്കളും സിനിമയിലെത്തിയതിന്റെ 41ാം വാർഷികാഘോഷം ദുബായ്ക്ക് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയുടെ അസുലഭ മുഹൂർത്തമാണ് സമ്മാനിച്ചത്. എത്തിസലാത്ത് അക്കാദമിയിലെ 30 മീറ്ററിലധികം നീളത്തിലുള്ള പടുകൂറ്റൻ വേദി താരസംഗമത്തിന്റെയും സൗഹൃദത്തിന്റെയും അപൂർവ കാഴ്ചയ്ക്കാണ് സാക്ഷിയായത്. I am dedicating this song to a great actor's great wife, Suji. She deserves this song. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭാര്യ സുചിത്രയ്ക്കായി വേദിയിൽ വെച്ച് മോഹൻലാൽ ആലപിച്ച ഈ ഗാനം കരഘോഷങ്ങളോടെയാണ് കാണികൾ ഏറ്റെടുത്തത്. ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയ ഗായിക KS ചിത്രയ്ക്ക് ഫ്ലവേഴ്സ് TV വൈസ് ചെയർമാനും 24ന്റെ ഡയറക്ടറുമായ ഡോക്ടർ വിദ്യാ വിനോദ് ഉപഹാരം സമ്മാനിച്ചു. നൃത്തഹാസ്യ സംഗീതത്തിന്റെ വിസ്മയ ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് പ്രിയ ഗായകർ MG ശ്രീകുമാർ, KS ചിത്ര, മധു ബാലകൃഷ്ണൻ, ഒപ്പം ആശാ ശരത്, ഷംന കാസിം തുടങ്ങി നിരവധി താരങ്ങളാണ് വേദിയിലെത്തിയത്. പ്രമുഖ സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഷോ അക്ഷരാർത്ഥത്തിൽ സൗഹൃദത്തിന്റെ ആഴവും അർത്ഥവും മനസ്സുകളിലേക്ക് ഊട്ടിയുറപ്പിക്കുന്നതായി. അരുൺ പാറാട്ട്, 24 ദുബായ്. ന്യൂസ് ട്രാക്ക് 1710 ആണ് പ്രേക്ഷകർ കണ്ടത്. 1 മണിക്കൂറായി പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തുകയായിരുന്നു. നമ്മൾ തുടങ്ങിയത് മഹാരാഷ്ട്രയിൽ ആണ്. വാർത്തകളെല്ലാം തന്നെ, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് തോന്നുന്നത് അല്ലേ? അതെ, ഈ രാത്രിയും ഇനി സജീവമാകുന്നത് മഹാരാഷ്ട്ര തന്നെയായിരിക്കും അല്ലേ? പ്രേക്ഷകർ സുഖമായി ഉറങ്ങൂ. ചുരുങ്ങിയ പക്ഷം ഇന്ന് അജിത് പവാറും ശരത് പവാറും ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതൃത്വവും ഇന്ന് ഉറങ്ങാൻ പോകുന്നില്ല. നാളെ സുപ്രീം കോടതിയിലാണ് കളി ഇനി നമുക്ക് സുപ്രീം കോടതിയിൽ കാണാം. നാളെ 11:30 മറക്കാതെ 24നോടൊപ്പം ഉണ്ടാവുക. 24 പ്രേക്ഷകർക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അനുനിമിഷം മാറുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ട്വിസ്റ്റുകളുടെ മഹാരാഷ്ട്ര. നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും സുഖമായി ഉറങ്ങൂ. ശുഭരാത്രി, സുഖനിദ്ര. ഗുഡ് നൈറ്റ്.